അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ പ്രയാസങ്ങൾ നമുക്ക് വരുമ്പോഴേക്ക് വിശുദ്ധ ഇസ്ലാം അനുശ്വാസിക്കുന്ന രൂപത്തിലുള്ള ചികിത്സാ രീതികളല്ലാത്ത ജ്യോത്സ്യന്മാരുടെ അടുത്തേക്കും ആശ്രമങ്ങളിലേക്കും അതുപോലുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയും അത് ചെയ്യിപ്പിച്ചു തരികയും ചെയ്യുന്ന ഇതര മതവിശ്വാസികളുടെ സ്ഥലത്തേക്കൊക്കെ പോകുന്ന പ്രവണത മുസ്ലിം സഹോദര സഹോദരിമാരിൽ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. വിശിഷ്യ സഹോദരിമാരിൽ ഈ ഒരു പ്രവണത വല്ലാതെ കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ ഗൗരവം അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്ന് അറിയില്ല. ഏതായിരുന്നാലും അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ച് അവനോട് ഇവന്റെ ഭൗതികമായോ മറ്റോ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു, അതിന്റെ പരിഹാരം അവൻ പറഞ്ഞു തന്നു, അത് അംഗീകരിച്ചവൻ തിരിച്ചു പോന്നാൽ 40 ദിവസത്തോളം തൗബയുടെ കവാടം അവന്റെ മേൽ കൊട്ടിയടക്കപ്പെടും. തൗബ അവൻ ചെയ്താൽ സ്വീകരിക്കൂല. 40 ദിവസത്തോളം അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് വരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതിനൊക്കെ നിഷേധിച്ചവനായിരിക്കുന്നു അവൻ എന്ന് വരെ ഗൗരവത്തിൽ ഹദീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നല്ല രൂപത്തിൽ ഇസ്ലാമികപരമായ മന്ത്രങ്ങളും അദ്കാറുകളും അതുപോലെ വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളും ഒക്കെ ചൊല്ലാനും ഒക്കെ നിർദ്ദേശിച്ച് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ പറ്റുന്ന ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് മറ്റു ആശ്രമങ്ങളിലേക്കും മന്ത്രങ്ങൾ ചൊല്ലുന്നതിലേക്കും നേർച്ചകൾ നേരുന്നതിലേക്കുമൊക്കെ ചുരുങ്ങിപ്പോകുന്ന പ്രവണത പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ അവസാനിപ്പിക്കണമെന്ന്, അതാണ് നമ്മുടെ ഈമാനിനും അമലിനുമൊക്കെ ആഖിബത്തിനുമൊക്കെ നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.